യെസ് യെസ് യെസ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവവചനവുമായി നിൽക്കാൻ തക്കണം ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇത്തരമൊരു വേദി ഒരുക്കി തന്ന ഫെർമോൺ മൗണ്ടൻ ബ്രേസലിനും വിശേഷാൽ ദൈവദാസനും ജോസിഫാസിനും ദൈവനാമത്തിലുള്ള നന്ദിയെ സ്നേഹത്തെയും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. പ്രസംഗിച്ച് പരിചയമൊന്നുമില്ല, അപ്പൊ അതിന്റെ കുറവുകളൊക്കെ കാണും. കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് പറഞ്ഞു തരണം. അപ്പൊ അടുത്ത പ്രസംഗത്തില് അതിനെ നമുക്കൊന്നും കൂടെ മോഡിഫൈ ചെയ്യാനായിട്ട് കഴിയുമല്ലോ. പിന്നെ യൂത്ത് മീറ്റിങ്ങിന്റെ ചർച്ചിലൊക്കെ ഉള്ള യൂത്ത് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ചെറുതായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ഒത്തിരി വേദിയൊക്കെ ജീവിതത്തിൽ ആദ്യമാണ്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ദൈവം എത്രത്തോളം കൊണ്ടുവന്ന കൃപയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുകയാണ്. ഇത് ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വേദഭാഗം അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. അതിന്റെ വാക്യം എങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ സ്നേഹം തന്നെ. അപ്പൊ ഇതിവിടെ യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം നാം പിന്നെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ സ്നേഹം തന്നെ എന്ന വാക്യമാണ് ഇന്ന് പകൽക്കാലം ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും നേടിയതല്ല. നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ പൊതിയുന്ന ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന ജീവകിരണങ്ങളും ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നാട്ടിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആ വാക്യത്തെ ഞാൻ ഒന്നുകൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 8-ാം വാക്യമാണ് ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗ്യം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ സ്നേഹം തന്നെ. ഇന്ന് പകൽക്കാലം ഈ വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവം ഇതിൽ നിന്ന് സംസാരിക്കണം. എനിക്ക് കഴിവോ സാമർഥ്യമോ ഒന്നുമില്ല, ദൈവം തരുന്നത് മാത്രം പറയുവാനായിട്ട്. അതായത് ഞാൻ എൻ്റെ ഹൃദയത്തിലെ ചില കാര്യങ്ങളെ ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തി തരുന്നൊരു ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഇരിക്കണം. ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർ ദൈവദാസികളായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ആയിരിക്കുന്നത്. കേൾക്കുന്ന അവരെയും ദൈവം ഇവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവവചനം ശുശ്രൂഷിക്കുന്ന അടിയനെ ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ഈ വാസപ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുവാൻ പിന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുതിയ വേദഭാഗത്തിൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ സ്നേഹമാകുന്നു. അതായത് സ്നേഹിക്കാത്തവരായി ഇന്ന് ലോകത്തിൽ ആരും കാണുകയില്ല. എന്തിനെങ്കിലും അത് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ സ്നേഹിച്ചിട്ടുണ്ട് അവർ കാണും. പക്ഷെ സ്നേഹിക്കാത്തവരെ പറ്റി ഇവിടെ അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്നേഹിക്കാത്തവരായി തന്നെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല.
ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യന് സ്നേഹം എന്തെന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അതായത് അവൻ ലോകത്തിലെ സ്നേഹത്തിന്റെ പിറകെ ആയിരിക്കും അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ സുഖങ്ങളും ലോകത്തിലെ സ്നേഹവുമാണ് അവൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നാം ഈ ദിവസങ്ങളിൽ നാം അവർക്ക് വേണ്ടി ജാഗരിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചില ഭവനങ്ങൾ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് സഭയുടെ പിന്നെ മിഷൻ പ്രവർത്തനവുമായിട്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നവർ പോലും നമ്മളെ അകത്ത് കയറ്റുവാനായിട്ട് അവർക്ക് പ്രയാസമാണ്. അപ്പൊ ഞങ്ങൾ ഒരു നിമിഷം ചില ഭവനങ്ങളിൽ കടന്നു നിന്നിട്ട് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കട്ടെ, ഒരു ലഘുലേഖയൊക്കെ കൊടുത്തു. പക്ഷെ അവർ നമ്മുടെ മുന്നിൽ നിന്ന് അത് മേടിക്കുന്നെങ്കിലും അവർ പിന്നെ അത് എറിഞ്ഞു കളയുകയായിരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോഴ ചില ഭവനങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളും ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. അപ്പൊ നമ്മളൊരു മതത്തിലുള്ള ആൾക്കാരാണ്, നമ്മൾ അവരെ ചേർക്കുവാൻ വേണ്ടിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾ അവരോട് ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ ചേർക്കുവാനായിട്ട് വന്നതല്ല, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നും ദൈവം ആരെന്നും ദൈവം എങ്ങനെയുള്ളവനെന്നും ദൈവം നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും പറയുവാനായിട്ടാണ് വന്നത്. പക്ഷേ എന്നാൽ ഞങ്ങൾ ഒരു ഭവനത്തിൽ കയറിയപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഇവിടെ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ലഘുലേഖ മേടിച്ചിട്ട് അദ്ദേഹം അകത്ത് കയറി പോവുകയുണ്ടായി. പിന്നെ അതിന്റെ അടുത്തൊരു വീട്ടിൽ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കിഴക്കോട്ട് നോക്കി ഇന്ന് പ്രാർത്ഥിക്കണമെന്ന്. അതെന്ത് പ്രാർത്ഥനയാണെന്ന് നമ്മൾ ബൈബിൾ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അങ്ങനെ പ്രാർത്ഥനയെ പറ്റി എന്താണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് ഇതുപോലെ വന്ന് പറഞ്ഞു, ഒരു ഭവനത്തിൽ കയറിയപ്പോൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും അവിടെ ചെന്നില്ല. വേറെ 2 സഹോദരിമാര് പുറത്തു നിന്നുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചിരുന്നപ്പോൾ എന്റെ കൂട്ടത്തിലുള്ള 2-3 അമ്മച്ചിമാരാണ് ഉണ്ടായത്. അവര് ചെന്ന് കിഴക്കോട്ട് നോക്കി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചില്ല. അവര് ആ നിന്ന അതേ പൊസിഷനിൽ എങ്ങനെ അവർ നിന്നുവോ അവരങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ആ ഒരു ഇവരുടെ ഉള്ളിലുള്ള ആ ചിന്താഗതികളെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി നാം ലോകത്തിൽ ഇറങ്ങണം. നാം ദേശത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ തെറ്റിദ്ധാരണകളൊക്കെ അവരെ മത പണ്ഡിതന്മാർ അവരെ അങ്ങനെ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കിഴക്കോട്ടിൽ നോക്കി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. പക്ഷെ അവര് പറയുന്ന അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റിക്കൊള്ളുന്നു. ദൈവമല്ല അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊള്ളുന്നു ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവർ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ശൈലികളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങൾ, അതായത് ജോലി ചെയ്യുമ്പോൾ ഇന്ന് പൈസ ഉണ്ടാവും, അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അവർ പറയുന്നത് ദൈവം നിറവേറ്റി കൊടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ദൈവത്തെ അറിയുന്ന ഒരുവന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാല് അത് ദൈവത്തിന്റെ ഒരു ദാനമായിരിക്കത്തില്ല. ഞാൻ പാടിയതുപോലെ ദൈവദാനമാണെങ്കിൽ അത് ദൈവം നമുക്ക് തരുന്നതാണ്. ഇന്ന് നമ്മള് സമൂഹത്തിൽ നോക്കുമ്പോൾ അന്യോന്യ സ്നേഹമില്ല. അന്യോന്യ സ്നേഹമില്ലാതെ കലഹിച്ചും പിണങ്ങിയും ഇരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഇന്ന് നമ്മുടെ എന്തൊക്കെ സഭകൾ എടുത്താൽ പോലും ഒരു അടുത്തിരിക്കുന്ന വിശ്വാസികൾ പോലും പരസ്പരം ഇതിന്റെ നാലാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അന്യോന്യം സ്നേഹിക്കണം. നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനോ പലപ്പോഴും വിപരീതമായ ഒരു രീതിയിലാണ് നാം ഓരോരുത്തരും, എന്നെ കൂടി തന്നെയാണ് പറയുന്നത്, നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം ഈ ദിവസങ്ങൾ ദൈവം അവിടുന്ന് പുറത്താക്കണം. നാം വാസ്തവമായി ദൈവത്തെ അറിയുകയാണെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കപ്പെടുക തന്നെ ചെയ്യണം. നാം അന്യോന്യം സ്നേഹിക്കപ്പെട്ടാൽ ഒരുവന്റെ ഭാരങ്ങൾ, ഒരുവന്റെ മുറിവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങൾ നമ്മൾ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളോട് നാം നമ്മുടെ ജീവിതത്തെ തന്നെ അവർക്ക് മാതൃകയാക്കണമെങ്കിൽ നാം അതുപോലെ ആയിരിക്കും. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഒരാൾക്ക് നമ്മുടെ ജീവിതത്തെ കണ്ട് നമ്മൾ ആരാണെന്ന്, നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുവാണെങ്കിൽ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഇന്ന് എന്തിലാണ് അഡിക്റ്റ് ആയിരിക്കുന്നത്? ഇന്ന് മൊബൈലാണ് അഡിക്റ്റ് ആയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസ കുഞ്ഞുങ്ങൾ പോലും പലരും മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നത് അവർ ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഓടിച്ചെന്ന് എടുക്കുകയാണ്. മാതാപിതാക്കന്മാർക്ക് അവിടെ ശാസിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കന്മാർ അവിടെ വെക്കുവാൻ പറഞ്ഞാൽ പോലും അവരതെടുത്ത് അവരുടെ
അവരുടെ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് അവർ ആ മൊബൈലിലുള്ള കാര്യങ്ങളെ അവര് കണ്ടും രസിച്ചും അവരുടെ ജീവിതത്തെ ഇങ്ങനെ കഴിക്കുകയാണ്. അവർക്ക് എന്തെന്ന് ദൈവസ്നേഹം എന്തെന്നാണെന്ന് അറിയാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരുന്നു, പക്ഷെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. ആ നിമിഷത്തിൽ അവർ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയും ദൈവം ആരെന്നുള്ളതിനെ പറ്റിയും മനസ്സിലാക്കിയിട്ട് പുറത്തോട്ട് വരുമ്പോൾ, പുറത്തെ ലോകത്തിലേക്ക് വരുമ്പോൾ അവർ ആ കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരുന്നു. ഈ ദിവസങ്ങൾ അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളുള്ളവർ ഹല്ലേലൂയ വ്യക്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ഹല്ലേലൂയ ലോകത്തിന്റെ മോഹങ്ങളിൽ പോകുവാനല്ല, അവർ ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനല്ല. ഇന്ന് അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ അവരുടെ കൂട്ടുകാരെ കൂടി ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കണം. ആരാണ് ദൈവം എന്ന് പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ഹല്ലേലൂയ അവർ പറഞ്ഞു കൊടുക്കാൻ തക്കണം ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കണം. അതിനുവേണ്ടി നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാപ്തരാക്കണം. പിന്നെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം ഞാൻ അന്ന് പിന്നെ പാസ്റ്റിന് മെസ്സേജ് ഇട്ടെങ്കിലും പിന്നെ എനിക്ക് എന്റെ ഉള്ളിലൊരു ഭയമാണ് ഉണ്ടായത്. ഞാൻ എങ്ങനെ പ്രസംഗിക്കും, ഞാൻ എന്തു പറയും, എനിക്കൊന്നും അറിയത്തില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ഒരുപാട് സമയം ഞാൻ ഉറങ്ങാതെ കിടന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്നേരം എന്റെ അച്ചായൻ ചോദിച്ചു, നീ ഉറങ്ങുന്നില്ല? ഞാൻ അന്നേരം പറഞ്ഞു തമാശയ്ക്ക്, ഞാൻ ഇന്ന് പ്രസംഗം പഠിച്ചിട്ടേ ഉറങ്ങുന്നുള്ളൂ എന്ന് പറയുണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ അന്ന് രാത്രികാലം പിന്നെ ദൈവം എന്നെ കുറെ വചനങ്ങളിലൂടെ എന്നെ കൊണ്ടു നടക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാനെല്ലാം എന്റെ ഹൃദയത്തിൽ സംഭരിച്ചു വെച്ചു. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ അതൊരു അല്ലെങ്കിൽ ഒരു പിന്നെ ഭാഗമായിട്ട് എടുക്കാമല്ലോ എന്ന് ഞാൻ കരുതി വെച്ചു. എന്നാലും എനിക്ക് വീണ്ടും വീണ്ടും എന്റെ ഉള്ളത്തില് ഞാൻ ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ എന്ത് പ്രസംഗിക്കും, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടല്ലോ എന്നുള്ള ഒരു ഭീതി എന്നെ ഭരിക്കുകയുണ്ടായി. അന്നേരം എന്റെ അച്ചായനോട് പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നീ പ്രാർത്ഥിക്കും, നീ പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കും, പരിശുദ്ധാത്മാവ് നിന്നെ അധികമായിട്ട് നിന്നെ പിന്നെ ഇന്ന് ഉപയോഗിക്കുമെന്ന് പറയുകയുണ്ടായി. സമയം മുന്നോട്ട് കടന്നു പോവുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അതെന്റെ ഒരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ 4-ന്റെ 10-ാം അധ്യായത്തിൽ എന്താണ് സാക്ഷാൽ സ്നേഹമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയുണ്ടായി. നമ്മുടെ പ്രായച്ചിത്തങ്ങൾക്ക് മറുപടിയായി സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണ് സാക്ഷാൽ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്വന്തം പുത്രൻ നാം എന്തൊക്കെ പാപം ചെയ്തുവോ ആ പാപത്തിന് അധീനനായി എന്നും ജീവിച്ചു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ പാപത്തിന് പ്രായച്ചിത്തമുണ്ട്. ആ പ്രായച്ചിത്തത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തി ജീവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമേ ദൈവം നമ്മെ സ്നേഹിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ സാക്ഷാൽ സ്നേഹമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഹല്ലേലൂയ കർത്താവേ മറ്റുള്ളവരുടേക്ക് നമ്മുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനൊരു പാപം ചെയ്യുന്നെങ്കിൽ ഞാൻ എന്റെ ഒരു സഹോദരനോട് അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരിയോട് അല്ലെങ്കിൽ ഞാൻ ആ പാപത്തെ പറ്റി പറയുമ്പോൾ അവർ എനിക്കൊരു നീക്കുപോക്ക് അല്ലെങ്കിൽ നീ നിന്റെ പാപത്തെ നീ ദൈവസനയിൽ ഏറ്റു പറയുവാൻ നമ്മളോട് അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു വ്യത്യാസം, നമ്മുടെ ജീവിതത്തിലേക്ക് വ്യത്യാസം വരും. ആ ജീവിതത്തിന്റെ വ്യത്യാസമാണ് ഇന്ന് നമുക്ക് അന്യോന്യം സ്നേഹിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ അരുളി ചെയ്യുന്നത്. എന്നാൽ നാം ഒരു നാളും ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ നാം ആ പിതാവിനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ആ സ്നേഹമാണ് നമ്മളെ ഇന്ന് പകൽക്കാലവും നിലനിർത്തിക്കൊള്ളും. ഓരോ നിമിഷവും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹം കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല. നാം ഭൂമിയിൽ നിന്ന് നശിച്ചു പോകേണ്ട അനേക സന്ദർഭങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു യാത്രയിലായിരുന്നപ്പോൾ പിന്നെ ആ റോഡിന്റെ സൈഡിൽ കുറെ വെള്ളം ഇങ്ങനെ കിടന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരു 2 വീലറാണ്, ആ വണ്ടി ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ എതിരെ വന്ന ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിച്ചു വരികയാണ്. അവന് ഫോൺ നോക്കിയാന്ന് വന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ആ വണ്ടി ഞങ്ങളുടെ വണ്ടിയെ വന്ന് ഇടിച്ചു. അവന്റെ ആ കാറിന്റെ പെയിന്റ് ഞങ്ങളുടെ വണ്ടിയെ പറ്റി. പക്ഷെ ഞങ്ങളുടെ ശരീരത്തിൽ ആ കാറ് സ്പർശിച്ചതേ ഇല്ല. ഞാൻ അന്നേരം വിചാരിച്ചു നമ്മൾ വീഴും എന്ന് ഞാനിങ്ങനെ പറഞ്ഞുവെങ്കിലും പക്ഷെ ആ വണ്ടിയിൽ നിന്ന് വീഴാനോ ആ വണ്ടിയുടെ ഒന്നുപോലും, പക്ഷെ ആ കാറിന്റെ ഗ്ലാസ് ഒക്കെ തെറിച്ചു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസ് ആ തെറിച്ചു പോയെന്ന്. പക്ഷെ ആ ഒരു അനുഭവം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്ന് നമ്മളെ വിടിപ്പിക്കുന്നത്. ദൈവദാസന്മാർ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വഴിയിൽ പട്ടുപോകാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ വഴിയിൽ പട്ടുപോകാൻ അനുവദിക്കാതെ ഇരിക്കുന്നത്. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. നമ്മൾ ആരെന്ന് നമ്മൾ ദിവസങ്ങൾ അറിയണം. നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. പരിശുദ്ധാത്മാവിന്റെ സ്നേഹകരിയെ നമ്മൾ
ലോകത്തിൽ ഹല്ലേലൂയ ഇത് അറിയാത്ത അനേകം അവരുടെ ഇടയിലേക്ക് നമ്മൾ ഈ ദിവസങ്ങൾ ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലെ ഇന്ന് പിന്നെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടപ്പോൾ സ്കൂളിൽ പോയിട്ട് വരും. അപ്പൊ ഞാൻ എന്റെ അടുത്ത് നിന്നിട്ട് ആ കൊച്ചിനോട് ചോദിച്ചു, ആ കുഞ്ഞ് ഏതാന്ന് ചോദിച്ചപ്പോ അത് ഇന്നാണോ മോളാണെന്ന് എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പം പറഞ്ഞു, ആന്റി അത് പിന്നെ മുടി മാത്രമല്ല അഴിച്ചിട്ടിരിക്കുന്നത്, പെന്തക്കോസ് കുഞ്ഞാണ്. പിന്നെ ആ മുടി മാത്രമല്ല, അവള് സ്കൂളിൽ വരുമ്പോ പൊട്ടും എടുക്കും, കമ്മല് കുത്തും, ഒരിക്കൽ പോലും അവള് പിന്നെ മാല ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ മുഖത്തിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ദൈവ സ്നേഹത്തെ മാറ്റി വെച്ചിട്ട് അവർ ലോകത്തിന്റെ സ്നേഹത്തെ അവരുടെ ശരീരത്തിൽ, അവരുടെ ഹൃദയത്തിൽ സംഭരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അതൊക്കെ മാറ്റപ്പെടണം. സഭകൾ അതിനുവേണ്ടി ഒരുങ്ങണം. ദൈവദാസന്മാർ അതിനുവേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിന്നെ ഇടിവിൽ നിന്ന് കരയണം. ദൈവ മക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം. എങ്കിൽ മാത്രമേ ഈ ദുഷ്ട ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരായ രീതിയിൽ നടക്കാനായിട്ട് സാധിക്കുള്ളൂ. അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബങ്ങളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്ന് ദൈവ മക്കളെ പുറത്തു കൊണ്ടുവരണം. ഈ ദിവസങ്ങളിലൊക്കെ അവർ അല്ലെങ്കിൽ അവരുടെ ജീവിതം വിട്ട് അവർ എങ്ങോട്ട് ഞങ്ങളും അവരെ പോലെ ആയിത്തീരുകയാണ്. ആ ഒരു അവസ്ഥയ്ക്കല്ല ഈ ദിവസങ്ങൾ അവിടുന്ന് ഭേദം വരുത്തണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഈ ദിവസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതെ ലോകത്തിന്റെ മുമ്പിൽ ഭവിക്കാതെ ഈ ദിവസങ്ങൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ 18ാമത്തെ വാക്യത്തിൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ചില ഹല്ലേലൂയ, രോഗത്തിന്റെ ഭയങ്ങൾ, ഹല്ലേലൂയ, വേദനയുടെ ഭയങ്ങൾ, സാമ്പത്തികത്തിന്റെ ഭയങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങൾ ആ ഭയത്തെയെല്ലാം മാറ്റുവാണ്ടാക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കുമാറാകണമെന്ന് ഹല്ലേലൂയ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. യോസഫിന്റെ ജീവിതത്തിൽ വന്നൊരു അനുഭവം ഇങ്ങനെയാണ്. ഉൽപ്പത്തി 37-12 വാക്യത്തിൽ യോസഫിന് തന്റെ സഹോദരന്മാർ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പൊട്ടക്കിണറിൽ ഇടുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങി അവനെ പുറത്തെടുത്തു കൊണ്ടുവന്നെങ്കിൽ, പുറത്തെടുത്തൊരു രാജ്യത്തിന്റെ അധിപതിയാക്കുകയാൽ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളോട് പോരാടുന്ന എല്ലാ ദുഷ്ടശക്തികളും, നമ്മുടെ ഭവനങ്ങളോട് പോരാടുന്ന ദുഷ്ടശക്തികൾ ആമേൻ ഒരു പകൽക്കാലത്ത് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി പകൽക്കാലം അവിടുന്ന് വെളിപ്പെടണം. ആത്മാവ് ഹല്ലേലൂയ ദിവസങ്ങൾ അവിടുന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ചലന ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നവരായി തീരുമാനിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. സിംഹത്തിന്റെ കൂട്ടൽ ഹല്ലേലൂയ ദാനിയേലിനെ ആമേൻ ഹല്ലേലൂയ ദാനിയേൽ 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ദാനിയേലിനെ സിംഹക്കൂട്ടൽ, വാക്യങ്ങൾ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വേഗത്തിൽ ഓടിച്ചു പോകുന്നത്. 22-ാം വാക്യത്തിൽ പറയുന്നു, ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടപ്പോൾ ഹല്ലേലൂയ സിംഹത്തിന്റെ വായടച്ച ദൈവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ദൈവം ദാനിയേലിനെ സ്നേഹിക്കുന്നതുകൊണ്ട്, ദാനിയേൽ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ അവിടെ അപകടം വരാതെ ആ ദാനിയേലിന്റെ ദൈവം പുറത്തു കൊണ്ടുവന്ന ദൈവമാണ്. ഈ ദിവസങ്ങൾ നമ്മുടെ ചില ജീവിതത്തെ ഹല്ലേലൂയ, നമ്മുടെ ഭയത്തിന്റെ ജീവിതത്തെ ഹല്ലേലൂയ, നമ്മൾ അന്യോന്യം സ്നേഹിക്കാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ ആ കർത്താവേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അന്യോന്യം സ്നേഹിക്കാതെ ഇരിക്കുന്ന അവസ്ഥകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണും. അതിനെല്ലാം ദൈവം ഒരു മാറ്റം തരണം. എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ ജനത്തോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുക. ആമേൻ ഹല്ലേലൂയ ഇത് പകൽക്കാലം ഹല്ലേലൂയ ഒരു വലിയ ദൈവപ്രതി സൂം മീറ്റിംഗിൽ വെളിപ്പെടണം. ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ വെറുതെ വന്നിരിക്കുന്നവരായിട്ടല്ല. ആമേൻ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചനകൾ ഇന്ന് കർത്താവിന്റെ ദാസന്മാരുടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവേ നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇത്രത്തോളം സമയം ഹല്ലേലൂയ അടിയന് ഹല്ലേലൂയ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ഒന്നിന്റെ കർത്താവേ പിന്നെ 4-ാം അധ്യായത്തിന്റെ ആ വാക്യത്തിലേക്ക് നാം തിരിഞ്ഞു വരുമ്പോൾ ഈ ദിവസങ്ങൾ
ഹല്ലേലൂയ ജനത്തെ ഹല്ലേലൂയ കർത്താവേ ദൈവ സ്നേഹം അറിയാത്തവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ ഓരോരുത്തരെ ദൈവം ഇടയാക്കണം. അതിനായി നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെ അതിനായി ഒരുക്കണമേ കർത്താവേ. ദൈവ സ്നേഹം എന്തെന്ന് അറിയാത്തവരുടെ മധ്യത്തിലേക്ക് ഞങ്ങളെ ഒന്ന് ഇറക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവേ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ മർമ്മങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുപ്പാൻ, അവർക്ക് വേണ്ടി വചനം വായിച്ചു കേൾപ്പിക്കപ്പെടുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളെ ഉപയോഗിക്കപ്പെടുവാൻ ചെയ്യും. സ്നേഹം കൊണ്ട് അനേകരെ നേടുവാൻ, സ്നേഹം കൊണ്ടല്ലാതെ നമുക്ക് ലോകത്തിൽ അനേകരെ നേടുവാനായിട്ട് കഴിയുകയില്ല. അതായത് അങ്ങനെ കാലഘട്ടം അധിപതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വക്രതയുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. വക്രതയും ഹല്ലേലൂയ സ്നേഹവും ഇല്ലാത്ത ഒരു ഹല്ലേലൂയ സമൂഹ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പൊ നാം സ്നേഹം കൊണ്ട് മാത്രമേ അവരെ നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ദുഷ്ട ലോകത്തിൽ ഹല്ലേലൂയ അനേകരെ നേടുവാൻ തക്കണം. അനേകർ നമ്മൾ അനുഭവിച്ച സന്തോഷം ഹല്ലേലൂയ ദൈവത്തെ അറിയാത്ത അവർ കൂടി അറിയുവാൻ തക്കണം. ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങൾ പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമ്മ ഓരോരുത്തരെ ദൈവമെടുത്ത് ശക്തീകരിക്കട്ടെ, ദൈവമെടുത്ത് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. തെറ്റുകൾ കുറവുകൾ ഹല്ലേലൂയ സംഭവിക്കാം. അതിന്റെ നടുവിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ നിന്ന് ഉപസംഹരിക്കുകയാണ്. ആമേൻ. യേശുവന്റെ കൂടെ ദിനവും യേശുവന്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ചേർന്ന് പറയാമോ? സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അതുകൊണ്ട് പറയണം കേട്ടോ, സ്നേഹിക്കുന്നേ 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 യേശുവേ